ഈ മനോഹര സന്ധ്യയ്ക്കായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറയുന്നു. इस मनोहर सायंकाल के लिए मैं फिर से एक बार प्रभु का धन्यवाद देना चाहूंगा. നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. और मैं विश्वास करता हूं कि आप सभी यहाँ पर बड़ी आनंद के साथ और बड़ी आशा के साथ बैठे हैं. നമുക്ക് വളരെ പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. और हमने एक ऐसा वचन सुना जो हमें बड़ी आशा हमारे जीवन में देता है. ആ വചനം ഇന്ന് രാത്രി തുടർന്നും നമ്മുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് സമർപ്പണത്തോടും പ്രാർത്ഥനയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. और वही वचन हमारे जीवन में एक आग के रूप में जलता रहे, उसके लिए बड़े समर्पण के साथ प्रार्थना के साथ बैठे रहें. ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ ആയിരുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചത് എനിക്ക് വളരെ സന്തോഷമായിരുന്നു, വളരെ അനുഗ്രഹമായിരുന്നു. पिछले दिनों में आप सभी के साथ रहना और वचन से सेवकाई करना मेरे लिए बड़ा अनुग्रह और आनंद का कारण था. നമ്മളൊക്കെ വിവിധ കുടുംബങ്ങളിൽ, സ്ഥലങ്ങളിൽ, സാഹചര്യങ്ങളിൽ ഒക്കെ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. हम सभी लोग विभिन्न परिवारों में, विभिन्न अवस्थाओं में और विभिन्न स्थलों में पले बड़े हैं. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരപ്പന്റെ മക്കളും ഒരു ഭവനത്തിലെ അംഗങ്ങളുമാക്കി മാറ്റി. परंतु हमारे सर्वशक्तिमान परमेश्वर ने हम सभी को एक परिवार के एक ही सदस्य के रूप में, एक ही परिवार के बच्चों के रूप में रखा. इसके लिए प्रभु का धन्यवाद. നമ്മളെല്ലാവരും ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. और हम सभी उस परमेश्वर की संतान हैं. നമ്മളെല്ലാം ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശികൾ. और हम सभी उस परमेश्वर के राज्य के अधिकारी हैं. ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയാണ് ദൈവ മക്കളായി തീരുക. और इस पृथ्वी पर प्राप्त होने वाला सबसे बड़ा पद या सबसे बड़ा अधिकार यही है कि हम परमेश्वर की संतान हैं. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. और इसलिए हम वचन में इस प्रकार पढ़ते हैं कि क्योंकि उसने हमें परमेश्वर ने अपने संतान बनने का अधिकार दिया, ये प्रेम कितना महान है. നമുക്ക് ഈ ലോകത്തിൽ വീടോ കാറോ സൗകര്യങ്ങളോ ഒന്നും ലഭിക്കുന്നതല്ല. നമ്മുടെ ഭാഗ്യം, നമ്മുടെ മഹാഭാഗ്യം എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം നമ്മോട് കരുണ ചെയ്തു എന്നുള്ളതാണ്. हमें इस संसार में बंगला बनाना, कार लेना, ये सभी बातें कोई बड़ी महिमा या बड़ा आनंद का कारण नहीं, परंतु सबसे बड़ी बात यह है कि हम उस परमेश्वर के संतान होने का अधिकार हमें मिला है. ഒരു ദൈവ പൈതലായതിൽ സന്തോഷമുള്ള എല്ലാവരും കൈയുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. एक परमेश्वर की संतान होने के लिए जो भी आनंद करते हैं वो अपने हाथों को उठाकर परमेश्वर की महिमा करें. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടെ ആയിരിക്കാൻ അവസരം തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു. मैं फिर से एक बार उस परमेश्वर का धन्यवाद देना चाहूंगा जिन्होंने मेरे जीवन में ये अनुग्रह दिया कि आप सभी के साथ पिछले दिनों में रह पाया. അതിന് മുഖാന്തരമായി തീർന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവേൽ മാത്യു, കർത്താവിന്റെ ദാസന്റെ കുടുംബം, ഈ ഹോളി ഫെയ്ത്ത് ഫാമിലി, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഹൃദയംഗമമായി ഇന്ന് രാത്രി ഞാൻ നന്ദി പറയുന്നു. और इस अवसर के लिए जो मुझे प्रदान हुआ, इसके लिए मैं परमेश्वर के दास पास्टर सैमुअल मैथ्यू, उनके परिवार, होली फेथ संस्थान, इसी प्रकार आप सभी को इस अवसर के लिए प्रभु में धन्यवाद देना चाहूंगा. ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവം ആരംഭിച്ച ഈ പ്രവർത്തനത്തെ വരും ദിവസങ്ങളിൽ ദൈവം വലിയ വിശാലതയിലേക്ക് നടത്തി അനുഗ്രഹമാക്കി തീർക്കട്ടെ. വരും നാളുകളിൽ ആയിരങ്ങൾ വന്ന് സംബന്ധിക്കുന്ന ഒരു വലിയ ആത്മീയ സമ്മേളനമാക്കി ദൈവം ഇതിനെ മാറ്റട്ടെ എന്ന് ഇന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. और इस रात्रि काल में परमेश्वर की उपस्थिति में इस बात की इच्छा करता हूँ, प्रार्थना करता हूँ कि इसके द्वारा उस सेवकाई के द्वारा जो परमेश्वर के दास के द्वारा प्रभु ने यहाँ पर शुरू किया, आने वाले दिनों में और बढ़ने वाला होने पर और एक बड़ी आत्मिक सभा, एक बड़ी आत्मिक मंडली के रूप में ये परिवर्तित हो जाए. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കേണ്ടതിന് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും, വിശേഷാൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന അഭിഷിക്തന്മാരായ എല്ലാ ദൈവത്തിന്റെ ദാസന്മാരോടും ഞാൻ ഹൃദയംഗമമായി നന്ദി പറയുകയാണ്. खासकर मैं अपने हृदय की गहराइयों से आप सभी लोग जो इन वचनों को सुनने के लिए निरंतर आते रहे, उन सभी का धन्यवाद देना चाहूंगा. खासकर परमेश्वर के अभिषिक्त दासों का भी खासकर मैं धन्यवाद देना चाहूंगा. ദൈവത്തിന്റെ ദാസന്മാരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിച്ച് അനേക ആത്മാക്കളെ തന്ന് ആദരിക്കട്ടെ. ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. और मैं परमेश्वर से प्रार्थना करता हूं कि इन परमेश्वर के अभिषेक दासों की सेवकाई और अधिक बढ़ने वाली होने पाए और परमेश्वर और आत्माएं उन्हें प्रदान करे. നിങ്ങളും ഓർക്കുമ്പോഴൊക്കെ എന്നെയും എന്റെ ശുശ്രൂഷയെയും
പ്രാർത്ഥനയിൽ വഹിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. और खासकर मैं एक निवेदन करना चाहूंगा कि आप जब कभी मुझे याद करें तो मेरी सेवकाई और मेरे परिवार के लिए भी निरंतर प्रार्थना करते रहें. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ ദൈവവചനത്തിന്റെ ആലോചന നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. हमने जो परमेश्वर की इच्छा या परमेश्वर का वचन आज सायंकाल के लिए था वो हमने सुना. ഇനിയും ഒരു പ്രസംഗം കൂടെ കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടോ? क्या आप लोग एक और प्रचार सुनने को तैयार हैं? और नहीं വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുമോ? क्या पेट भर जाए तो फिर हम कुछ खाते हैं क्या? ഒരു ദിവസം എന്റെ ഒരു കൂട്ടുകാരനും ഞാനുമായിട്ട് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാത്രി. एक दिन मैं और मेरा एक मित्र रात को भोजन कर रहे थे ഞങ്ങൾ ഒരുമിച്ച് വളരെ നല്ല നിലയിൽ ആഹാരം കഴിച്ചു. और हम सभी ने बहुत अच्छे से, हम दोनों ने उस रात को बहुत अच्छे से भोजन किया. എന്നിട്ടും ആ പ്രിയ സഹോദരൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു. उसके बाद वो भाई ने मुझसे इस प्रकार कहा, വയറ് നിറച്ച് ഇവിടെ കഴിച്ചെങ്കിലും ഞാൻ വീട്ടിൽ പോയി ഒരല്പം കൂടെ കഴിക്കും. मैं बहुत पेट भर के मैंने खाना खाया है, फिर भी मैं घर जाके थोड़ा और खाऊंगा. അതാ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ എന്നോട് പറയുകയാണ്, വീട്ടിൽ പോയി ഭാര്യയോടുകൂടെ ഒരല്പം ആഹാരം കഴിച്ചെങ്കിലേ ഒരു തൃപ്തിയാകത്തുള്ളൂ. मैंने अपने मित्र से पूछा कि आप ऐसा क्यों करोगे, तो उन्होंने कहा कि घर जाकर मैं अपनी पत्नी के साथ थोड़ा जब खाता हूँ तभी मैं तृप्त होता हूँ. അപ്പോൾ ആദ്യം ആഹാരം കഴിച്ചപ്പോൾ അദ്ദേഹം വയറ് നിറച്ച് കഴിച്ചുവെങ്കിലും താൻ സ്നേഹിക്കുന്ന തന്റെ ഭാര്യയോടുകൂടെ ഒരു അല്പം കൂടെ കഴിക്കുന്നതാണ് തന്റെ സന്തോഷം എന്ന് പറയുന്നത്. और उस व्यक्ति ने कहा कि मैं पेट भर के खाना खा चुका हूँ, परंतु मैं प्रेम करने वाली पत्नी के साथ जा करके थोड़ा और भोजन करूंगा तभी मेरा तृप्त होगा. ഇതുപോലെ നാം പ്രാരംഭത്തിൽ നമുക്ക് നിറയുമാറ് ഒരു പക്ഷേ കഴിച്ചു കാണും. और इसलिए हो सकता है कि शुरुआत में हमने पेट भर के उसको प्राप्त किया, എന്നാൽ നമ്മുടെ കർത്താവിനോടുള്ള ആഴമായ സ്നേഹം കൊണ്ട് കർത്താവിൽ നിന്ന് ഒരല്പം കൂടെ ഇന്ന് രാത്രി പ്രാപിക്കുന്നത് നമുക്ക് സന്തോഷമാണ്, നമുക്ക് അനുഗ്രഹമാണ്. और इसलिए उस प्रेमी परमेश्वर से और थोड़ा प्राप्त करने के लिए हमारे लिए अनुग्रह और आनंद का विषय है, इसलिए हम उसका धन्यवाद करें. കേട്ടുകൊണ്ടിരുന്ന ചിന്തകളുടെ ഒരു തുടർച്ചയിലേക്ക് തന്നെയാണ് ഇന്ന് രാത്രി ഞാൻ കടന്നു വരുന്നത്. और जिस वचन के मनन की ओर हम इन दिनों में कर रहे थे उसके आगे ही मैं बढ़ना चाहूंगा. ഞാൻ അത്ര നല്ല പാട്ടുകാരനല്ല, എന്നാലും ഒരു പാട്ട് ഒന്ന് പാടാനായിട്ട് ഒരു പരിശ്രമം ഞാൻ നടത്താം. मैं एक बहुत अच्छा गायक नहीं हूँ, परंतु ये कोशिश करूंगा कि एक गीत आपके लिए गाऊं. ഈ പാടുന്ന പാട്ടിന്റെ വരികൾ നമ്മോട് പറയുന്നത് ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തെ കുറിച്ചാണ്. और ये जो गाने इस गीत के जो शब्द है, जो बोल है, वो उसी वचन के साथ अनुसार है जो हम इन दिनों में सुनते आए हैं. यीशु जब आएगा बादलों पर मैं उसके संग जाऊंगा, उसकी स्तुति सदा करूंगा, मैं उसके संग रहूंगा, मैं उसके संग रहूंगा. समझ में आया? मेरे साथ गा सकते हैं? यीशु जब आएगा बादलों पर मैं उसके संग जाऊंगा, उसकी स्तुति सदा करूंगा, मैं उसके संग रहूंगा, मैं उसके संग रहूंगा. आसान है मुश्किल है? क्या ये आसान है या मुश्किल है? सीखने के लिए आसान है और मुश्किल है. ये तो പഠിക്കാൻ ഈസി ആണോ അതോ ഡിഫിക്കൽട്ട് ആണോ? क्या लगता है, आसान है मुश्किल है? ഇത് പ്രശ്നമാണോ പാടാൻ? आसान है. सुनिएगा, കേൾക്കണം. यीशु जब आएगा बादलों पर യേശു ഒന്നുകൂടെ വരുമ്പോൾ मैं उसके संग जाऊंगा, ഞാൻ അവന്റെ കൂടെ പോവും, उसकी स्तुति सदा അവനെ करूंगा, വാഴ്ത്തും, मैं उसके संग रहूंगा. ഞാൻ അവന്റെ കൂടെ താമസിക്കും. ഈ രാത്രി നമ്മുടെ പ്രത്യാശ അതാണ്. और यही हमारे इन दिनों में आशा है. നമ്മുടെ കർത്താവ് വരും, हमारा प्रभु आएगा നാം കർത്താവിനോട് കൂടെ പോകും, और उस प्रभु के हम संग जाएंगे അവന്റെ സന്നിധിയിൽ നാം അവനെ നിരന്തരം സ്തുതിക്കും, और उसकी उपस्थिति में हम सदा उसकी आराधना करेंगे അവനോടുകൂടെ യുഗായുഗം നമ്മൾ വാഴും. और सर्वदा हम उसके साथ ही रहेंगे. ഈ കൊച്ചു പാട്ട് നമുക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഒക്കെ
ഒക്കെ പാടിക്കൊണ്ട് നടക്കാൻ കൊള്ളാവുന്ന ഒരു പാട്ടാണ്. ये एक ऐसा गीत है जब हम काम करते हैं, हम चलते हैं, बैठते हैं, हम सदा इस गीत को गा सकते ഈ हैं। പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? ये गीत को जानने वाले कितने लोग हैं यहाँ पर? നേരത്തെ അറിയാവുന്നവർ, ഇപ്പൊ ഞാൻ പാടിയപ്പോ അറിയാവുന്നല്ല, നേരത്തെ ഈ പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? अभी मैं गाना गाया तब नहीं, परंतु पहले से ही जानने वाले कितने लोग यहाँ पर हैं? അപ്പൊ അധികം പേർക്ക് ഈ പാട്ട് അറിയത്തില്ല, കുറച്ചു പേർക്ക് അറിയാം. इसलिए थोड़े ही लोग को मैं देख सकता हूँ जिनको ये गाना आता है। എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ചാൾ കഴിയുമ്പോ നിങ്ങൾ എന്നെ മറക്കും. वो ये हो सकता है कि मैं यहाँ से जाने के कुछ समय बाद आप मुझे भूल जाए। നിങ്ങൾ മറക്കത്തില്ലേ? क्या आप भूलेंगे नहीं मुझे? എന്നൊന്നും ഓർക്കാനൊന്നും ഒത്തുന്ന വരത്തില്ല. ये संभव नहीं है कि हर रोज आप मुझे याद करें। എനിക്ക് നിങ്ങളെ എപ്പോഴും ഓർക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ये हो सकता है कि मुझे भी हर रोज मैं आपको याद कर पाऊं, ये संभव नहीं है। എന്നാൽ ഹൃദയത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. परंतु जब कभी मुझे हरता के विषय में याद आएगी, मैं आपके लिए जरूर प्रार्थना करूंगा। മറക്കരുത്, ഒരു ദിവസം നമ്മൾ എല്ലാരും മുഖാമുഖം കാണും. परंतु याद रखिएगा, एक बात को याद रखिएगा कि एक दिन हम सभी को एक दूसरे को देखना है। നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ കാണും. और प्रभु अगर हमें स्वस्थ रखेगा तो इस पृथ्वी पर ही हम मिलेंगे। അല്ല, ഈ ഭൂമിയിൽ ഇനി നമ്മൾ കാണാൻ പറ്റിയില്ലെങ്കിലും अगर इस पृथ्वी पर हम आगे मिल नहीं पाए तो भी രാത്രി നമുക്ക് ഒരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. इस रात्रि हमारे पास एक आशा, एक धैर्य है। കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കാണും. हम अपने परमेश्वर की उपस्थिति में एक बार और मिलेंगे। ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത് ഒരു സത്യമാണെങ്കിൽ, और अगर हम एक परमेश्वर की आराधना यहाँ पर करते हैं, ये एक सत्य है, तो ഇതുപോലെ इसी प्रकार നാം മാത്രമല്ല, हम सिर्फ आपके लिए ही नहीं, കോടാനുകോടി വിശുദ്ധന്മാർ ലോകത്തിന്റെ എല്ലാ വൻകരകളിൽ നിന്നും ഒരുമിച്ച് കൂടി വന്ന് നമ്മൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കും. इस संसार के कोने कोने से करोड़ों परमेश्वर के पवित्र भक्त करके उस परमेश्वर की हम आराधना करने वाले हैं। ആ സമയത്ത് നമ്മളൊക്കെ മുഖാമുഖമായിട്ട് കാണും. तब हम एक दूसरे को आमने सामने देखेंगे। ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പല സഹോദരന്മാരും സഹോദരിമാരും ഇങ്ങനെ പറയും, तब यहाँ पर कुछ भाई जो बहन यहाँ पर बैठे वो इस प्रकार कहेंगे, ആ ആളിനെ നോക്കിയേ, ആ പാസ്വാനായിരുന്നു അർത്തായിലെ നമ്മുടെ ആദ്യത്തെ കൺവെൻഷന് വന്ന് പ്രസംഗിച്ച വെലിസൻ മത്തായി എന്ന് നിങ്ങൾ പറയും. उस पास्टर साहब को देखेगा, ये वही पास्टर साहब है जो हमारे बीच में पहले कन्वेंशन में आए थे, ये वही पास्टर बेंसन मथाई है। നിങ്ങളെ പലരെയും വന്ന് മുഖാമുഖമായി അവിടെ കാണുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഓർമ്മയുണ്ട് ഹർദയിലെ കൺവെൻഷനിൽ ഞാൻ കണ്ട സഹോദരിയാണത്, ഞാൻ കണ്ട സഹോദരനാണത്. मैं उस समय आप लोगों में से कुछ लोगों को जब देखूंगा तो मैं ये कहूंगा कि उस हरदा कन्वेंशन में मैं इस भाई से मिला था, उस बहन से मिला था। എത്ര ഭാഗ്യകരമായ പ്രത്യാശയാണ്. ये कितना बड़ा सौभाग्य वाली आशा है। എത്ര ദൈവമക്കള് പല സ്ഥലത്ത് നിന്ന് പല സഭയിൽ നിന്ന് ഒരുമിച്ച് വന്ന് 4 ദിവസം ഒരുമിച്ച് കൂടി ഇരുന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു വലിയ സന്തോഷമാണ്. ये कितना आनंद का कारण है कि कितने विभिन्न स्थलों से इन 4 दिनों में हम परमेश्वर की आराधना करने के लिए एकजुट हुए हैं। വിവിധ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് കോടാനുകോടി ആളുകൾ, കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചിരുന്നവർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ, ഇനി ജീവിക്കുവാൻ പോകുന്നവരെല്ലാം കൂടെ കൂടുന്ന ആ മഹാസമ്മേളനം എത്ര വലിയ സന്തോഷമായിരിക്കും. और वो जो महासम्मेलन होने वाला है, जहाँ पर इस पृथ्वी पर करोड़ों साल पहले रहने वाले, आज के समय और आने वाले समय में रहने वाले भक्तजन, जो शायद विभिन्न गोत्रों से होंगे, विभिन्न जातियों से होंगे, विभिन्न प्रांतों से होंगे, वो एक साथ मिलकर वहाँ पर उस महासम्मेलन को आए करेंगे। അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, और इसलिए इस रात्रि काल में आपको ये कहना चाहता हूँ, താൽക്കാലികമായിട്ട് നിങ്ങൾ എന്നെ മറന്നുപോയാൽ, हो सकता है कि थोड़े समय के लिए आप मुझे भूल जाएं। പ്രസംഗിച്ച പ്രസംഗങ്ങളെല്ലാം ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ये हो सकता है कि जितना प्रचार विषयों में मैंने किया वो सभी आपको याद न रहे, ജീവിക്കുന്ന കാലം മുഴുവനും परंतु आगे जब तक हम इस पृथ्वी पर रहे കർത്താവ് അതിനിടയിൽ വരുന്നത് വരെ और परमेश्वर प्रभु फिर से जब तक आएगा, ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കണം. इस गीत को आपको निरंतर गाना है। എങ്ങനെയാണ് ആ പാട്ട്? वो गीत इस प्रकार है, यीशु जब आएगा बादलों पर, यीशु जब आएगा बादलों पर, मैं उसके संग रहूंगा, मैं उसके संग रहूंगा, संग रहूंगा, साथ जाऊंगा। साथ जाऊंगा। साथ जाने से पहले कैसे संग रहूंगा यार? साथ जाने का है पहले ആദ്യം കർത്താവിനോട് കൂടെ പോണം. पहले हमें प्रभु के साथ जाना है, അതിനകത്തൊരു ദൂതുണ്ട് കേട്ടോ. और उसके अंदर भी एक वचन പല है। ആളുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുക, സംഗ്രഹുങ്ക സംഗ്രഹുങ്ക. कई लोग ये गाना गाते हैं कि मैं उसके साथ रहूं, संग रहूंगा, संग रहूंगा, പക്ഷേ साथ नहीं जाएगा फिर कैसे संग रहूंगा यार? परंतु अगर हम उसके संग नहीं चलेंगे तो हम उसके साथ कैसे ആ जाएंगे? വചനമാണ് ഇതിനു മുമ്പ് ദൈവദാസനോട് പ്രസംഗിച്ചു
വിശ്വസിച്ചോണ്ടിരുന്നത്. और यही वचन परमेश्वर के दास ने अभी कहा है, നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ കർത്താവ് വരും. हम विश्वास करें या ना करें प्रभु फिर से आएगा. പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരും. और एक ऐसा समय में प्रभु आएगा जिसे हम नहीं जान सकते. കർത്താവിന്റെ വരവിനെ തടയാൻ ഇവിടെ ഒരു ശക്തിക്ക് സാധ്യമല്ല. और उस प्रभु की आगमन को इस संसार की कोई शक्ति नहीं रोक सकती है. ഒരുപക്ഷേ നമ്മുടെ സുവിശേഷ പ്രസംഗം തടയാൻ ആളുകൾക്ക് പറ്റിയെന്ന് വരും. हो सकता है कि हमारे सुसमाचार को लोग ना सुन पाए. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാർക്ക് പറ്റി. हमारे जीवन में कई प्रकार की रुकावट कई प्रकार के लोग कर रहे हैं. നമ്മുടെ വഴി തടയുന്ന പലരും ഈ ലോകത്തിൽ. हमारे मार्ग को रोकने वाले कई लोग इस संसार में हैं. ഇന്ന് രാത്രി ഞാൻ ഒരു വലിയ പ്രത്യാശ നിങ്ങളോട് വിളിച്ചു പറയാം. परंतु इस रात्रि काल एक बड़ी आशा की बात मैं आपको बताता ഒരു हूँ. ശക്തിക്കും തടയുവാൻ കഴിയാത്തവണ്ണം एक कोई भी संसार की शक्ति नहीं रोक सकती. പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ उस प्रधान दूत के शब्द के साथ, ദൈവത്തിന്റെ കാഹളത്തോടെ प्रभु की उस परमेश्वर की तुरही के साथ, വീരനാദത്തിന്റെ ധ്വനിയോടുകൂടെ एक बड़े ध्वनि के साथ സേവിക്കുന്ന നമ്മുടെ കർത്താവ് വരുവാനായിട്ടിടയായി തീരും. हम बाट जाने वाला वो प्रभु हमारे मध्य में आएगा. അവൻ വരുമെന്ന് മാത്രമല്ല, और वो सिर्फ आएगा ही नहीं, അവൻ നമ്മെ അവന്റെ അടുക്കൽ ചേർക്കുവാനിടയായി. वो हमें अपने साथ ले जाएगा. നിങ്ങൾ കാന്തം കണ്ടിട്ടുണ്ടോ? क्या കാന്തം चुंबक क्या आपने चुंबक देखा है? देखा है क्या? सवाल पूछ रहे आप लोगों ने क्या चुंबक देखा हुआ है? എന്ത് പ്രവൃത്തിയാണ് അത് ചെയ്യുന്നത്? वो चुंबक क्या काम करता है? കുഞ്ഞുങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? क्या बच्चों ने देखा है? കാന്തം ഇരുമ്പിന്റെ അടുത്തോട്ട് കൊണ്ടുചെല്ലും എന്തോ ചെയ്യും? जब चुंबक को लोहे के पास ले जाते हैं तो वो क्या करता है? ഒരു ചെറിയ മുട്ടുസൂചി ഒരിടത്ത് കിടക്കുന്നതെന്ന് വിചാരിച്ചു. एक समझ लीजिए एक छोटा सा कील उसके पास पड़ा है. ഒരു കാന്തം ആ മുട്ടുസൂചിയുടെ അടുത്തോട്ട് കൊണ്ടുചെല്ലും എന്തോ വെച്ചു. जब वो चुंबक को उस कील के पास ले जाए तो क्या होता है? കുറച്ച് ദൂരം പിടിച്ചാൽ മതി, മുട്ടുസൂചി ചാടുന്നത് നമുക്ക് കാണാം. तुरंत उसको उस चुंबक को उसके थोड़े पास में ही लेके जाओ तो तुरंत पता चलेगा वो कील कूदने लगेगा. കേട്ടോ പ്രിയമുള്ളവരെ, ജീവനില്ലാത്ത ഒരു മുട്ടുസൂചി मेरे प्रियो एक यह सुनिएगा कि एक बिना जीवन की एक कील അത് മണ്ണിനകത്ത് മറിഞ്ഞു കിടക്കുന്ന, हो सकता है वो मिट्टी में फंसी हुई है. നമ്മുടെ കണ്ണുകൊണ്ട് അത് കാണത്തില്ല. वो हमारी आंखों से नहीं दिखता है. അപ്പോൾ നമ്മൾ അതിന്റെ പുറത്തൂടെ ചവിട്ടി പോകുന്നു. कई बार हम उसके ऊपर से पैर रख के चलते हैं. എന്നാൽ ഒരു കാന്തം അതിന്റെ ഏകദേശം അടുത്തോട്ട് വരുമ്പോഴേക്ക് परंतु जैसे ही एक चुंबक उसके पास आता है, മണ്ണിൽ മറിഞ്ഞു കിടക്കുന്ന ഈ മുട്ടുസൂചി ഉണ്ടല്ലോ, ये जो मट्टी में छुपा हुआ ये जो कील है, ഒരൊറ്റ ചാട്ടത്തിന് കാന്തത്തെ കയറി പിടിക്കും. ये तुरंत उछलकर उस चुंबक में चिपक जाता है. കർത്താവ് വരുമ്പോ ഇതാ സംഭവിക്കാൻ പോകുന്നത്. प्रभु जब आएगा तो यही होगा. കർത്താവ് മേഘത്തിൽ വരുമ്പോഴുണ്ടല്ലോ, प्रभु जब बादलों पर आएगा, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാര്, इस पृथ्वी पर जीवित रहने वाले पवित्र लोग, ഇവിടെയുള്ള ആളുകൾ അറിയാതെ यहाँ पर कोई लोगों को पता नहीं चलेगा, കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടാൻ प्रभु की उपस्थिति में उठा लिए അത് जाएंगे. ജീവിക്കുന്നവര് മാത്രമല്ല, और ये वो सिर्फ जीवित लोगों के लिए नहीं, മരിച്ച് മണ്ണിൽ മറഞ്ഞുപോയ വിശുദ്ധന്മാര് കർത്താവ് വരുമ്പോൾ കാന്തം മുട്ടുസൂചി ആകർഷിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീരും. परंतु इस पृथ्वी पर ना जीवे जो मरे हुए लोग हैं, जो इस मिट्टी में दबे हुए हैं, वो भी उस तुली के समय उस चुंबक के सामने जैसे कील उछलता है, वो उछलकर उस प्रभु के साथ हो जाएंगे. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് ഒരു ചരിത്ര യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ, मेरे प्रियो, अगर प्रभु यीशु मसीह का पहला आगमन अगर एक इतिहास की घटना है तो യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല എന്ന് प्रभु यीशु मसीह इस पृथ्वी पर नहीं जिया करके സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തനും പറയാൻ പറ്റത്തില്ല. सामान्य बुद्धि वाला कोई भी व्यक्ति नहीं कह सकता है. കാരണം 2013 എന്ന ഒരു വർഷം ആ വ്യക്തി നാവുകൊണ്ട് പറയുന്നത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ്. क्योंकि एक व्यक्ति अगर 2013 अपनी जुबान से बोलता है तो वो उसका गवाह है कि प्रभु यीशु मसीह इस पृथ्वी पर आए. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ചരിത്രത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് അതിന്റെ നടുവിൽ നിൽക്കുകയാണ്. और प्रभु यीशु मसीह इस पृथ्वी पर आकर इस पृथ्वी के इतिहास को दो भाग में कर उसके बीच में खड़े हुए हैं. യേശു ക്രിസ്തുവിന്റെ ഇഹലോക ജീവിതത്തെ നിഷേധിക്കുവാൻ കഴിയുന്ന ഒരു ചരിത്രകാരനുമില്ല. ചരിത്ര യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തുവിന്റെ ജീവിതം. और इसलिए इस पृथ्वी पर ऐसा कोई भी व्यक्ति नहीं है जो प्रभु यीशु मसीह के उस आगमन को नकार कर सके, क्योंकि वो एक ऐसी घटना है जो इस पृथ्वी पर घटी है. യേശു ക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്നുള്ളത് ക്രിസ്തുവിന്റെ ജനനത്തിന് അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്തിരുന്നു. प्रभु यीशु मसीह के इस पृथ्वी पर पहले आगमन के विषय में कई हजार साल पहले परमेश्वर ने अपने भक्तों के द्वारा उस बात को प्रकट किया. അല്ല, മനുഷ്യൻ പാപം
ചെയ്തു കഴിഞ്ഞ അതേ സമയത്ത് അവന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് വലിയവനായ ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ഒരു വാഗ്ദത്തം നൽകി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. और जब इस पहले मनुष्य ने जब पाप किया तब परमेश्वर ने आकर इस प्रकार के एक वादा को जो प्रभु के उस आगमन के विषय में था इस प्रकार कहा कि उस स्त्री का पुत्र उस शैतान के उस सर्प के सर को खुजलेगा. അവിടം തുടങ്ങി കാലാകാലങ്ങളിൽ ദൈവം താൻ തിരഞ്ഞെടുത്ത തന്റെ ദാസന്മാരിലൂടെ തന്റെ പ്രവാചകന്മാരിലൂടെ യേശു ക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ വരുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. और उसके बाद विभिन्न अवसरों में परमेश्वर अपने भक्तों के द्वारा कई बार उस बात को प्रकट करता रहा कि पृथ्वी पर प्रभु यीशु मसीह आएगा. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. और गलातियों 4 उसके 4 में इस प्रकार लिखा है, परंतु जब समय पूरा हुआ तो परमेश्वर ने अपने पुत्र को भेजा जो स्त्री से जन्मा और व्यवस्था के अधीन उत्पन्न हुआ. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ദൈവവചനത്തിന്റെ നിവൃത്തി എന്നോണം ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ യാഗമായി തീരേണ്ടതിന് ഈ ഭൂമിയിലേക്ക് അയച്ചു എങ്കിൽ, मेरे प्रियो, अगर परमेश्वर ने उन भक्तों के उस पुकार को उस वचन को पूरा करने के लिए अगर अपने पुत्र प्रभु यीशु मसीह को हमारे पाप के उस विरुद्ध में उस पाप के छुटकारे के लिए उस क्रूस पर चढ़ाया है तो നാം മുൻ കേട്ടതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംബന്ധിച്ച് പൂർവകാലങ്ങൾ തുടങ്ങി പ്രവാചകന്മാർ പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. और इस विषय में प्रभु यीशु मसीह के दूसरे आगमन के विषय में जैसे हमने थोड़े पहले सुना विभिन्न भविष्यवक्ताओं के द्वारा परमेश्वर उस विषय में फिर से उस बात को कहता आया है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള ആദ്യത്തെ വരവിനെ സംബന്ധിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചതിനേക്കാൾ അനേക ഇരട്ടി തവണ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ചാണ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ളത്. प्रभु यीशु मसीह के पहले आगमन के विषय में जब विभिन्न भविष्यवक्ताओं के द्वारा परमेश्वर ने भविष्यवाणी कराई, परंतु उससे दुगनी बार उससे कई गुना बार अधिक रूप में परमेश्वर ने अपनी आत्मा के द्वारा भविष्यवक्ताओं के द्वारा उस परमेश्वर के दूसरे आगमन के विषय में बताया है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലതവണ തന്റെ ശിഷ്യന്മാരോട് താൻ പോയതിനു ശേഷം മടങ്ങി വരുന്നതിനെ സംബന്ധിച്ച് സംസാരിച്ചു. प्रभु यीशु मसीह जब इस पृथ्वी पर था उसने अपने शिष्यों से कई बार अपने दूसरे आगमन के विषय में उन्हें बताया. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറഞ്ഞു. हमारे प्रभु ने एक वायदा किया कि मैं उस स्थान को तैयार करने जाता हूं, जब वो स्थान तैयार हो जाएगा तो मैं वापस आकर तुम्हें अपने साथ लेकर के जाऊंगा. ഭൂമിയിൽ ആര് വാക്കുമാറിയാലും എന്റെ യേശു വാക്കുമാറുന്നവനല്ല. इस पृथ्वी पर अगर कोई भी अपने वायदे से चूक जाए, परंतु मेरा प्रभु अपने वायदे से कभी चूकता नहीं है. ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞ കർത്താവ് വരും നിശ്ചയം. और यह पूर्ण रूप से निश्चय है कि मेरे प्रभु ने अगर कहा है तो वह जरूर आएगा. പ്രവാചകന്മാരുടെ സാക്ഷ്യം കർത്താവിന്റെ മടങ്ങി വരവ് സംബന്ധിച്ചുണ്ട്. और भविष्यवक्ताओं के द्वारा प्रभु के आगमन के विषय में उसने നമ്മുടെ कहा. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ നമുക്ക് ആധികാരികമായിട്ടുണ്ട്. और हमारे प्रभु यीशु मसीह के वचन वाचा हमारे लिए एक आधिकारिक रूप में है. നമ്മുടെ കർത്താവ് ഒലിവുമലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ जब हमारा प्रभु इस स्वर्ग में जब उठाया लिया गया, നിരാശയോടെ നോക്കി നിൽക്കുന്ന അപ്പോസ്തലന്മാരുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. बड़े निराशा के साथ वहां पर जब शिष्य लोग खड़े थे तो स्वर्गदूत उनके मध्य में उतर आया. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? गलील के पुरुषों, तुम स्वर्ग की ओर आकाश की ओर क्यों देखते हो? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തവനായ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. जिस प्रभु यीशु मसीह को ऊपर उठा लिया जाना तुमने देखा है, वो जिस प्रकार ऊपर उठा लिया गया
उसी रीति से तुम्हारे बीच में वापस आएगा। ദൈവത്തിന്റെ ദൂതന്മാരുടെ സാക്ഷ്യം ഇന്ന് രാത്രി നമുക്ക് ആധികാരികമായിട്ടുണ്ട്. और वो स्वर्गदूतों की वहां पर जो वाचा है वो हमारे रूप में हमारे लिए एक आधिकारिक वचन है। പുതിയ നിയമത്തിന്റെ ഓരോ പുസ്തകങ്ങളിലും നിങ്ങളൊന്ന് പരിധി നോക്കൂ. नए नियम के हर एक वचन में जब आप पढ़कर देखेंगे, യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വായിക്കുവാൻ കഴിയാത്ത പുസ്തകം തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. प्रभु यीशु मसीह के दूसरे आगमन के विषय में ऐसी कोई किताब नहीं है जहां पर लिखा नहीं है। പ്രത്യക്ഷമായോ പരോക്ഷമായോ തിരുവചനത്തിന്റെ ഏടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്നുള്ളത്. प्रत्यक्ष रूप में या अप्रत्यक्ष रूप में प्रभु के उस दूसरे आगमन के विषय में वचन में विभिन्न अवसरों पर लिखा हुआ നമ്മുടെ है। കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവസാന നാളുകളിൽ തന്നെ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. वो प्रभु यीशु मसीह अपनी सेवकाई के अंतिम दिनों में जब थे तो शिष्य उनके पास आए। നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് എന്നുള്ള ഒരു ചോദ്യം കർത്താവിനോട് ചോദിച്ചു. तेरे आगमन और इस संसार के अंत के विषय में तू चिन्ह हमें बता करके उससे पूछा। നിങ്ങൾ ശാന്തമായിട്ട് മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായവും आप जब आपको समय मिले तो मत्ती रचित सुसमाचार उसका 24वां अध्याय ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായവും और लूका रचित सुसमाचार उसकी 21वीं आयत, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായവും വായിച്ചു കൊള്ളുക. मरकुस की किताब की उसकी 13वीं आयत को पढ़िए। യേശുക്രിസ്തു തന്റെ വരവിന്റെ അടയാളങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് ഈ അധ്യായങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നു. इन तीनों जगह पर प्रभु यीशु मसीह ने अपने दूसरे आगमन के विषय में विभिन्न चिन्हों के बारे में वहां पर लिखा हुआ है। ജാതി ജാതിയോട് എതിർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. वहां पर जाति जाति के विरुद्ध हो जाएगा करके लिखा है। ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. बड़े शाप और भूकंप होने के विषय में लिखा हुआ है ആകാശത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. और आकाश के विभिन्न चिन्हों के बारे में वहां पर लिखा हुआ है സഭയ്ക്കകത്ത് സംഭവിക്കുന്ന ആത്മീക ചുതിയെ കുറിച്ച് സംസാരിക്കുന്നു. और कलीसिया में विभिन्न आत्मिक बातों के विषय में वहां पर लिखा हुआ है സകല ജാതികളുടെയും ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. और विभिन्न जातियों के मध्य में उस समाचार प्रचार के विषय में वहां लिखा हुआ है യഹൂദ ജാതിയുടെ അനുഭവങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. और यहूदिया जाति के मध्य में होने वाली घटित घटनाओं के बारे में वहां लिखा हुआ है ഇതെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് ശിഷ്യഗണങ്ങളോട് ഇങ്ങനെ പറഞ്ഞു. और ये सब कहने के बाद प्रभु ने अपने शिष्यों से इस प्रकार कहा, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ ये सब जब घटित होगा അവൻ അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു എന്നറിഞ്ഞ് നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. अपने सरों को उठाओ इस बात को ध्यान रखते हुए कि उसका आगमन अति निकट है। പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങൾ പ്രസംഗിക്കാൻ ഇന്ന് രാത്രി സമയം എന്നെ അനുവദിക്കുന്നില്ല. मेरे प्रियो, प्रभु यीशु मसीह के दूसरे आगमन के चिन्हों के बारे में बताने का समय मेरे എന്നാൽ ഈ पास नहीं है। പ്രപഞ്ചത്തിലേക്കും ചരിത്രത്തിലേക്കും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി ആധികാരികമായി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. परंतु इस पृथ्वी को देखने वाले, इतिहास को देखने वाले एक व्यक्ति के रूप में मैं आपको एक बात आधिकारिक रूप से कहना चाहता हूँ। ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു കർത്താവിന്റെ വരവ് വാതിൽക്കലായിരിക്കുകയാണ്. मैं जिस प्रभु यीशु मसीह के वचन का प्रचार करता हूँ उसका आगमन अति निकट है। ആ ദൂരത്തിലല്ല നമ്മുടെ കർത്താവ്, അവൻ നമ്മുടെ അടുക്കൽ വാതിൽക്കലായിരിക്കുകയാണ്. हमारा प्रभु बहुत ज्यादा दूर नहीं है परंतु वो द्वार पर खड़ा हुआ ഈ है। രാത്രി നമ്മുടെ തലകളെ നമ്മൾ ഉയർത്തണം. इस रात्रि काल हमारे सरों को हमें उठाना है। ഒരുപക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ കാഹളം നമ്മുടെ കാതുകളിൽ കേട്ടു എന്ന് വരും. ये हो सकता है कि इस रात वो तुरही की आवाज हमारे कानों में आ जाए। അങ്ങനെ കാഹളം ഇന്ന് രാത്രി നമ്മുടെ കാതുകളിൽ കേട്ടാൽ अगर ऐसा हुआ कि वो तुरही की आवाज हमने इस रात्रि का सुनी, നമ്മൾ ആരും കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത്. हम यहाँ पर पीछे छोड़ने वालों के साथ ना हो जाए। കർത്താവിന്റെ വരവ് സംബന്ധിച്ച് പല കാര്യങ്ങൾ കർത്താവ് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. प्रभु ने अपने आगमन के विषय में जब विभिन्न बातों को कहा है तो इस प्रकार कहा, കർത്താവ് വരുമ്പോൾ രണ്ടുപേർ ഒരുമിച്ച് വയലിൽ പണിതുകൊണ്ടിരിക്കും. प्रभु के जब आएगा तो दो लोग हो सकता है खेत में काम कर रहे हैं। ഒരുത്തർ എടുക്കപ്പെടും, മറ്റേ ആൾ കൈവിടപ്പെടും. एक व्यक्ति उठा लिया जाएगा, दूसरा व्यक्ति वहीं छोड़ दिया രണ്ടുപേർ जाएगा। ഒരു തിരിയലിൽ പൊടിച്ചോണ്ടിരിക്കും. हो सकता है कि दो लोग एक ही उससे चक्री को चला रहे होंगे। അതിൽ ഒരുത്തി
എടുക്കും, മറ്റവളെ കൈവിടും. एक व्यक्ति को ले लेगा, दूसरे को छोड़ देगा. മൂന്നാമത് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഒരു കിടക്കയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആയിരിക്കും നമ്മുടെ വിചാരം. तीसरी बात कही गई है कि दो लोग एक बिस्तर में सो रहे होंगे. उदाहरण में माता हो सकता है पति पत्नी हो. അതിൽ ഒരാള് എടുക്കപ്പെടും, മറ്റേയാള് കൈവിടും. एक व्यक्ति उठा लिया जाएगा, दूसरा छोड़ दिया जाएगा. സഹോദരാ, നീയും ഭാര്യയും കൂടെ ഒരു കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ मेरे भाई, हो सकता है आप और अपनी आपकी पत्नी एक ही बिस्तर में सो रहे होंगे. കർത്താവ് വരുമ്പോൾ നിന്റെ ഭാര്യ പോവുകയും നീ ഒറ്റയ്ക്കാകുകയും ചെയ്യരുത്. प्रभु जब आएगा तो ऐसा ना हो कि आपकी पत्नी चले जाए, आप यहीं रह जाए. സഹോദരി, നീയും നിന്റെ ഭർത്താവുമായിട്ട് ഒന്നിച്ച് കിടന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോ बहन, आप और आपके पति एक साथ बिस्तर में जब सो रहे होंगे, ഭർത്താവ് വന്നാൽ प्रभु अगर आए, നിന്റെ ഭർത്താവ് പോവുകയും अगर तेरा पति चला जाए, നീ അവിടെ ആകുകയും ചെയ്യരുത്. तू वहां पर नहीं रहना है. അതുകൊണ്ട് ഭർത്താവ് ഒരുങ്ങിയിരിക്കണം, ഭാര്യ ഒരുങ്ങിയിരിക്കണം. इसलिए पति को भी तैयार रहना है, पत्नी को भी तैयार रहना है. ഭർത്താവ് ഒരുങ്ങിയിരിക്കണം, ഭാര്യ ഒരുങ്ങിയിരിക്കണം. पति को भी तैयार रहना है, पत्नी को भी तैयार रहना है. ഇരിക്കുന്ന പിള്ളേരെല്ലാരും ഒരുങ്ങിയിരിക്കണം. यहाँ पर रहने वाले रुके हुए बच्चे भी तैयार रहना है. ഒരു തമാശ ഉണ്ടെങ്കിലും ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. वहाँ पर एक मजाक की बात है तो एक सही बात भी है. നമ്മളെ കുറിച്ച് ചുറ്റുപാടുള്ളവരെല്ലാം പറയുന്നത് എന്തോന്നറിയാം? हमारे बारे में आसपास के लोग क्या कहते ഇവര് हैं? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാ, ये मसीह पर विश्वास करते ഇവര് हैं, യേശുവിനെ ആരാധിക്കുന്നവരാ. ये यीशु की आराधना करते हैं. ഇവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് इन लोगों की आशा ये है, ഇവരുടെ യേശു വീണ്ടും വരും, इनका यीशु फिर से आएगा ഇവരെല്ലാം ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകും. और उसके बाद इन सभी को लेकर के वो चला जाएगा. നമുക്ക് പലപ്പോഴും ഇതൊന്നും വലിയ വിശ്വാസമില്ലെങ്കിൽ നാട്ടുകാർക്ക് ഇതൊക്കെ അറിയാവുന്നേ. कई बार हमें इस बात पर ज्यादा विश्वास नहीं होता, परंतु हमारे आसपास वालों को इस बारे में विश्वास होता है. നിങ്ങളിൽ പലർക്കും ഇതിനെ കുറിച്ച് വലിയ വിശ്വാസമില്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ അറിയാം हो सक- യേശു വന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നു. हो सकता है कि आप लोग को, कई लोग को इस बारे में विश्वास ना हो, परंतु आपके आसपास वालों को ये विश्वास है कि वो प्रभु आपको लेके जाएगा. വിചാരിക്കുക, ഒരു ദിവസം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ കർത്താവ് വന്നു. और सोचेगा कि एक समय जब हमने सोचा नहीं था तो प्रभु यीशु मसीह आ गया. നമ്മൾ കർത്താവിൽ അല്ലാതിരിക്കുകയും കർത്താവിനെ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കൈവിടപ്പെട്ടു എന്ന് വിചാരിക്കുക. ऐसा सोचेगा कि हम प्रभु यीशु पर विश्वास नहीं करते या पवित्र नहीं है, इसलिए प्रभु ने हमें यही छोड़ दिया. അതിനെക്കുറിച്ച് ഒരാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: उसके बारे में एक व्यक्ति ने इस प्रकार कहा, കർത്താവ് വരികയും प्रभु आया, കർത്താവ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നീ കർത്താവിനോടുകൂടെ പോകാതിരിക്കുകയും ചെയ്താൽ, अगर प्रभु आएगा करके और तू उसके साथ जाएगा करके तू बोला है तो, നാട്ടുകാർ നിന്നെ ഓടിച്ചിട്ട് തല്ലും. अगर तू नहीं जाएगा तो आसपास के लोग तुझे दौड़ करके मारेंगे. നാട്ടുകാർ നിന്നെ ഓടിച്ചിട്ട് തല്ലും. लोग आसपास के लोग तुझे दौड़ा के मारेंगे. ഇൻഡോറിൽ പിന്നെ താമസിക്കാൻ അവർ സമ്മതിക്കുന്നു. और इसलिए फिर तू इंडोर में नहीं रह पाएगा, പിന്നെ താമസിക്കാൻ അവർ फिर तू സമ്മതിക്കുന്നു. हरदा में नहीं रह पाएगा. ചോദിക്കും, നീ അങ്ങ് പോകുമെന്നല്ലയോ പറഞ്ഞത്? तू बोलते, तुमसे पूछेंगे कि तू तो जाएगा, പൊക്കോടെ അവിടെ നിന്ന് तू क्यों नहीं गया, तू चला जाए यहाँ से. അങ്ങനെ പറയാനുള്ള അവസ്ഥ നിങ്ങളാരും ഉണ്ടാക്കിയേക്കരുത്. और इसलिए इस प्रकार का अवसर अपने जीवन में मत दीजिएगा. കർത്താവ് വന്നേച്ച് പോയി കഴിയുമ്പോ നിങ്ങളാരും ഇവിടെ ഉണ്ടായിരിക്കരുത്. और प्रभु आकर जब जाए तो आप में से कोई यहाँ ना रह जाए. എല്ലാവരും കർത്താവിനോടുകൂടി എടുക്കപ്പെടണം. आप सभी को उस प्रभु के साथ उठाना जाना है. ഈ വലിയ പ്രത്യാശ പൗലോസിനുണ്ടായിരുന്നു. और यही आशा पौलुस के पास भी थी. അതുകൊണ്ട് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി: और इसलिए पौलुस वहां पर कुरिन्थियों में इस प्रकार कहता ഞാൻ है, നിങ്ങളോടൊരു മർമ്മം പറയാം. मैं आपको एक बात बताता हूँ, മർമ്മം എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം और പറയാം. ऐसी बात जो छुपी हुई है, എന്ന് പറഞ്ഞാൽ ചെവി പറയുന്ന പോലെ പറയും. वो उसके कान में कहने के समान वो कहता है. രഹസ്യം പറയുന്നത് എങ്ങനെ? वो रहस्य किस प्रकार हम कहते हैं? എങ്ങനെ രഹസ്യം മൈക്ക് കൂടെ എന്ന് പറയുന്നത്? हम क्या माइक से दूसरे को रहस्य की बात बताते हैं? ഞാനിവിടെ ഒന്ന് രഹസ്യം ഇങ്ങനെ മൈക്കിൽ കൂടെ പറയൂ. मैं यहाँ पर खड़े होकर क्या रहस्य की बात माइक से बोलूंगा? നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവി വന്നില്ല ഞാൻ പറയും. अगर मेरे को कोई रहस्य की बात आपको बतानी है तो आपके कान में आके बोलूंगा, അടുത്ത് നിൽക്കുന്ന ആരും കേൾക്കാതില്ലയോ പറയും. ताकि आसपास का लोग कोई सुन नहीं पाए उस बात ഇവിടെ को. പൗലോസ് പറയാ, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാമെന്ന് പറഞ്ഞ് और ലേഖനം എഴുതുകയാണ്. यहाँ पर रहस्य की बात कहने के बारे में पौलुस कहकर के एक लेख लिख रहा है. അതൊരു രഹസ്യം തന്നെ. അത് വായിക്കുന്ന ആളുകൾ മാത്രം മനസ്സിലാക്കാനുള്ള ഒരു രഹസ്യം. और वो एक ऐसी रहस्य की बात है जो पढ़ने वाला है वही उसको समझ सकता ഈ है. രഹസ്യം എല്ലാവർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യം. और ये ऐसी रहस्य की बात है जो सभी लोग नहीं समझ सकते അത് हैं. മനസ്സിലാക്കുന്ന കുറച്ചാളുകളെ ഉള്ളൂ എന്ന് और പൗലോസിന് അറിയാം. और पौलुस जानता है कि इसको समझने वाले बहुत कम हैं. കോരിന്ത്യയിലുള്ള ദൈവമക്കളോട് പറയുക, ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയാം. और कुरिन्थी कलीसिया के लिए वो कहता है कि मैं तुम्हें एक रहस्य की बात बताता हूँ. നിങ്ങൾക്ക് ആ രഹസ്യം അറിയാൻ
क्या आप वो रहस्य को जानते हैं? രാത്രി താല്പര്യമുണ്ടോ? क्या आप उसकी इच्छा रखते हैं उस रहस्य को जानने की? ഭയങ്കര താല്പര്യമല്ലേ രഹസ്യം അറിയാം? हम जानते हैं, बड़ी इच्छा रखते हैं कि रहस्य की बात हमें पता चले। ഒരാള് മറ്റൊരാളുടെ ചെവിയിൽ എന്തെങ്കിലും പറയുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെവി പിടിക്കുന്നത്. अगर एक व्यक्ति दूसरे व्यक्ति के कान में कुछ बात बोले तो दूसरा बड़े ध्यान से सुनने की कोशिश करता है। അതിലെ എങ്ങനെ നടന്നു പോവാന്നേലും നമ്മൾ ഇങ്ങനെ ചെവി പിടിച്ചോണ്ടേ പോകും. अगर हम पास से जा रहे हैं तो भी हमारा कान जो है वो कहने वाले के पास होता है, കാര്യം മറ്റുള്ളവരുടെ രഹസ്യം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. क्योंकि हम बड़ी इच्छा रखते हैं कि दूसरे के रहस्य को जाने। ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുക. इस रात्रि काल में एक रहस्य की बात तुम्हें बताता हूँ। എല്ലാരോടും പറയേണ്ട രഹസ്യം. ये एक ऐसी रहस्य की बात है, आप सभी को मुझे बतानी है। രഹസ്യമായ ഒരു രഹസ്യം. ये एक ऐसा रहस्य जो सबके सामने मुझे ആ बतानी है। രഹസ്യം എന്തുവാന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. और वह रहस्य की बात क्या है? പൗലോസ് ആ രഹസ്യം എങ്ങനെയാ പറയുന്നത്? पौलुस वो रहस्य की बात ऐसे बोलता है, പ്രിയമുള്ളവരെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല मेरे प्रियो हम सभी सोएंगे नहीं। എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളാരും രാത്രി ഉറങ്ങത്തില്ലെന്ന്. उसका मतलब क्या है? हम रात को सोते नहीं है। നിശ്ചയമായിട്ട് നിങ്ങൾ രാത്രി കിടന്നുറങ്ങണം. निश्चय रूप से हम सभी को सोना है। രാത്രി ഉറങ്ങാൻ പറ്റാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? क्या ऐसा कोई है जो रात को नहीं सो सकता? ഉറങ്ങാൻ വയ്യാതെ പിശാച് കഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ട്? യോഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ऐसा कोई है जो रात को सो नहीं पाता? शैतान परेशान करता है, आगे आ जाना सभा के बाद। സാത്താനെ എല്ലാം ശാസിച്ചേച്ച് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങണം. शैतान को डांट करके रात को आराम से सोना। എന്നാൽ ഇവിടെ പറയുന്ന നിദ്ര എന്ന് പറയുന്നത് മരണത്തെ കുറിച്ചാണ് പറയുന്നത്. परंतु यहाँ पर जो सोने के विषय में है वो मौत के विषय में है। ഇത് പൗലോസ് ഇങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? और ये पौलुस यहाँ पर इस प्रकार क्यों कहता है? പ്രത്യാശയാൽ നിറയപ്പെട്ട് പറയുക, പ്രിയമുള്ളവരെ, നാം എല്ലാവരും മരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നാം എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് കാഹളം ധ്വനിക്കും. ജീവിച്ചിരിക്കുന്ന നമ്മള് രൂപാന്തരപ്പെടുമെന്ന് പ്രത്യാശയോടെ പൗലോസ് പറയുക. और पौलुस यहाँ पर बड़ी आशा के साथ इस बात को कहता है कि वो तुरही भूखे जाने से पहले हम मृत्यु को प्राप्त नहीं करेंगे, और उस आशा के साथ कि वो तुरही भूखी जाएगी, पौलुस यहाँ पर ये बात कहता है। പ്രത്യാശയുടെ അർത്ഥം എന്താണെന്നറിയാമോ? और उस आशा का अर्थ क्या है? നമ്മളിൽ പലർക്കും പെട്ടി പണിയേണ്ടി വരത്തില്ലെന്ന് എന്ന് പറഞ്ഞാൽ ശവപ്പെട്ടി പണിയേണ്ടി വരത്തില്ല. उसका अर्थ है कि हम में से कुछ लोगों के लिए जो लाश को गाड़ने के लिए जो बक्सा बनाया जाता है उसको बनाने की जरूरत नहीं पड़ेगी। അറിഞ്ഞുകൂടാ ഇവിടെ ശവപ്പെട്ടിക്കകത്താണോ എല്ലായിടത്തും അടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. मैं नहीं जानता कि यहाँ पर वो शव को रखने के लिए बक्सा बनाया जाता है, नहीं बनाया जाता ഞങ്ങളുടെ है। നാട്ടിലൊക്കെ ഒരു പ്രത്യേക പെട്ടി ഉണ്ടാക്കി അതിനകത്ത് വെച്ചാണ് ശവം അടക്കുന്നത്. हमारे देश में वो अच्छे से एक बक्सा बना करके उसमें शव रखकर गाड़ा जाता है। അപ്പോൾ ഈ പ്രത്യാശയുടെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മളിൽ പലർക്കും ശവപ്പെട്ടി വാങ്ങിക്കേണ്ടി വരത്തില്ലെന്ന്. और यहाँ पर ये आशा का अर्थ ये है कि हम में से कुछ लोग को वो बक्सा बनाने की आवश्यकता नहीं पड़ेगी। രാത്രി ഈ പ്രസംഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ और यहाँ पर जब ये प्रचार किया जा रहा है, യേശുവിന്റെ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങിയോ मेरे यीशु के उस तुरही की आवाज आएगी तो നമുക്കാർക്കും ശവപ്പെട്ടി വേണ്ടി വരത്തില്ല. हम में से किसी को उस बक्से की आवश्यकता नहीं पड़ेगी। നമുക്കാർക്കും ശവക്കുഴി വേണ്ടി വരത്തില്ല. आपको उस मृत्यु के लिए गाड़ा नहीं जाने की आवश्यकता है। നമുക്കാർക്കും ശവപ്പറമ്പ് വേണ്ടി आपको വരത്തില്ല. गाड़ने के लिए जमीन की आवश्यकता नहीं पड़ेगी। നമ്മളൊക്കെ രൂപാന്തരപ്പെടും പ്രിയമുള്ളവരെ. हम सभी उठा लिए जाएंगे। എല്ലാവരും രൂപാന്തരപ്പെടും. हम लोग उठा लिए जाएंगे। യോഹന്നാൻ അപ്പോസ്തലൻ ഈ പ്രത്യാശയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. യോഹന്നാൻ इस प्रकार इस विषय में कहता है, പ്രിയമുള്ളവരെ, मेरे प्रियो, നാം ഇപ്പോൾ ദൈവ മക്കളാകുന്നു. हम अभी परमेश्वर की संतान हैं। നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. ये अभी तक प्रकट नहीं हुआ कि हम ऐसे होंगे। അവൻ പ്രത്യക്ഷനാകുമ്പോൾ वो जब प्रकट होगा നാം അവനെ हम उसको താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് जैसे हम उसे देखते हैं वैसे हम देखेंगे, അവനോട് സദൃശ്യന്മാരാകും उसके सामने हम होंगे। എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് ഞാൻ ലളിതമാക്കി പറയാം. और आपको समझने के लिए साधारण रूप से कहूंगा, യേശു ക്രിസ്തു എങ്ങനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നുവോ जैसे प्रभु यीशु मसीह मृत्यु के बाद आज उठा लिए गए हैं, അതേ സ്വരൂപത്തിൽ തേജസ്സോടെ ഒന്നുകിൽ നാം രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ നാം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കും. उसी प्रकार से हम भी उसी तरह रूपांतरित होकर उसी तरह उस स्वर्ग में उठा लिए जाएंगे और उसी रूप में होंगे। യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് പ്രിയമുള്ളവരെ ഒരു യാഥാർത്ഥ്യമാകുവാൻ प्रभु പോകുന്നു. यीशु मसीह का दूसरा आगमन एक सत्य घटना होने वाली है। അപ്പൊ നമ്മുടെ പാട്ട് നമ്മൾ പാടിയില്ല.
और इसलिए हमने उस गीत को नहीं गाया, ആ പാട്ട് നിങ്ങൾ പഠിച്ചില്ല. उस गीत को आपने नहीं सीखा है, ഇത് നിങ്ങളെ പഠിപ്പിച്ചേച്ച് ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പോകുന്നു. और ये गाने को आपको सिखा के ही आज रात को मैं यहाँ से जाऊंगा. 10 മണിക്ക് എനിക്ക് ബോംബെക്കുള്ള ട്രെയിൻ ഉണ്ട്. 10 बजे मुझे बॉम्बे के लिए मेरी ट्रेन है, നിങ്ങൾ വേഗത്തിൽ പഠിച്ചാൽ യോഗം വേഗത്തിൽ തീരും. और इसलिए अगर आप जल्दी सीखेंगे तो ये सभा जल्दी समाप्त होगी. മിസ്സായാൽ പോലും നിങ്ങളെ പാട്ട് പഠിപ്പിച്ചേച്ച് പോകും. अगर वो मेरी ट्रेन मिस हो जाए तो भी ये गाना आपको सिखा के ही जाऊंगा. കാരണം നിങ്ങളാരും സിനിമാ പാട്ട് മൂളിക്കൊണ്ട് നടക്കാനുള്ളവരല്ല. और इसलिए क्योंकि आपको ये सिनेमा के गीत गाकर नहीं चलना है, സിനിമാ പാട്ട് മൂളിക്കൊണ്ട് നടക്കാനുള്ളവരല്ല നിങ്ങൾ. आप नहीं उन फिल्म की गाने को गाने वाले लोग हैं. പ്രത്യാശയുടെ ഗാനം പാടിക്കൊണ്ട് आपको आशा के गाने को गाना है, പ്രത്യാശയുടെ ഗാനം പാടി 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 നമ്മളങ്ങ് നിത്യതയിൽ ചെല്ലാനുള്ളവരാണ്. और उस आशा के गीत को गा गा कर हमें उस प्रवेश को करना है. ഈ കൊച്ചു പാട്ട് നിങ്ങളൊന്ന് പഠിക്കണേ. और इसलिए इस छोटे से गीत को हमें सीखना है. यीशु जब आएगा बादलों पर मैं उसके संग जाऊंगा, उसकी स्तुति सदा करूंगा, मैं उसके संग रहूंगा, मैं उसके संग रहूंगा. गाइए. यीशु जब आएगा बादलों पर मैं उसके संग जाऊंगा, उसकी स्तुति सदा करूंगा, मैं उसके संग रहूंगा, मैं उसके संग रहूंगा. यात्रा मेरी इस जीवन की पूरी जब हो जाएगी, यात्रा मेरी इस जीवन की पूरी जब हो जाएगी, आनंद काल के चैन विश्राम में मैं प्रवेश करूंगा, आनंद काल के चैन विश्राम में मैं प्रवेश करूंगा. यीशु जब आएगा बादलों पर मैं उसके संग जाऊंगा, उसकी स्तुति सदा करूंगा, मैं उसके संग रहूंगा, मैं उसके संग रहूंगा. ताज पाऊंगा वो प्रभु से जो न मुरझाएगा, ताज पाऊंगा वो प्रभु से जो न मुरझाएगा. स्वर्गीय देश में यीशु मसीह के साथ में राज करूंगा, स्वर्गीय देश में यीशु मसीह के साथ में राज करूंगा. यीशु जब आएगा बादलों सब मिलकर खड़े होएंगे.